ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കൺവെൻഷനിൽ ജീവിതത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന നിമിഷമാണ്. ഞാൻ വേറൊരു മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. രണ്ട് മുന്നണിയാണെങ്കിലും വർഷങ്ങളായി വ്യക്തിപരമായി ബന്ധമുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവരെല്ലാം തന്നെ. അതുകൊണ്ട് മറ്റൊരു പ്രവർത്തന ശൈലി അവലംബിച്ച ഞാൻ ഒരു പുതിയ പ്രവർത്തന ശൈലിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല ചിട്ടയുള്ള അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ എനിക്ക് വ്യക്തിപരമായി എന്തെങ്കിലും അപാകതകൾ പറ്റിയാൽ സദയം ഒരു സഹോദരനെ പോലെ എന്നെ തിരുത്താൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ നിങ്ങൾ തയ്യാറാകണമെന്ന് വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിലും പിന്നീട് നടന്ന ചാനൽ ചർച്ചയിലും ഇപ്പോഴുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ സവിസ്തരം പറയുകയുണ്ടായി. അതെല്ലാം വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു ഹ്യൂമിലിയേഷൻ എൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിക്കത്തക്ക വിധത്തിൽ എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയും കേരള കോൺഗ്രസ് പാർട്ടിയും വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നിട്ടുള്ളത്. ഇത്തരം വേദനാജനകമായ സംഭവം ഉണ്ടായപ്പോൾ കഴിഞ്ഞ 33 വർഷമായി പൊതുരംഗത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ സത്യസന്ധത മുൻനിർത്തി നിഷ്കളങ്കമായ പൊതുപ്രവർത്തനം നടത്തിയ ആളാണെന്ന് എന്നെ വ്യക്തിപരമായി അറിയാവുന്ന നിങ്ങൾക്കറിയാം. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് വരെ പൊതുപ്രവർത്തന രംഗത്ത് ഒരു കറ പുരണ്ട സ്ഥിതിയെക്കുറിച്ച് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അഭിമാനത്തോടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനതെല്ലാ കാലത്തും അതിന് ശ്രമിച്ചിട്ടുണ്ട്. സത്യസന്ധത കൈമുതലായി നീതിപൂർവമായ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസാന്നിധ്യം എന്നും ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വിനയത്തോടുകൂടി പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, വികസന രംഗത്ത് ഒരിക്കലും ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസം ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയട്ടെ, കഴിഞ്ഞ 5 വർഷ കാലഘട്ടം 2001 മുതൽ 2006 വരെ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ഞാൻ 170 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയപ്പോഴും അതിലൊന്നും ഒരു കക്ഷി രാഷ്ട്രീയവും കാണിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഓർമ്മയിൽ വരുന്ന കാര്യം, നമ്മുടെ നിയോജകമണ്ഡലത്തിലെ 24 സാധാരണക്കാരായ പാവപ്പെട്ട പട്ടിക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന കോളനികളിൽ വൈദ്യുതി എത്തിച്ച സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുന്ന സംഭവം. ഞാനിപ്പോഴും ഓർക്കുന്നു, വൈദ്യുതി നൽകി അവിടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ജീവിതത്തിൽ ആദ്യമായി വൈദ്യുതിയുടെ വെളിച്ചം കണ്ടപ്പോൾ നിറകണ്ണുകളോടെ എൻ്റെ മുമ്പിൽ നിന്നത് ഞാൻ ഓർക്കുകയാണ്. സന്തോഷത്തോടെ പ്രായം ചെന്ന അമ്മച്ചിമാർ എന്നോട് നന്ദി പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്നത് ഞാൻ ഓർക്കുകയാണ്. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാവാത്ത സംഭവങ്ങൾ. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നാളെ എന്നെ നിങ്ങൾ വിശ്വാസത്തിലെടുത്താൽ, എന്നെ വിജയിപ്പിച്ചാൽ, ഒന്ന് സത്യസന്ധമായ പൊതുപ്രവർത്തനത്തിൻ്റെ പ്രവർത്തനം ഞാൻ തുടർന്നും നിർവഹിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, നിങ്ങളുടെ വിശ്വാസത്തിലെടുത്ത് ത്യാഗോജ്ജലമായ വരാൻ പോകുന്ന ദിവസങ്ങളിലെ ഇവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആളുകളോടും ഞാൻ എൻ്റെ വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തിയിരിക്കുമെന്നും ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ, ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറാകില്ല എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ആദ്യമാണ് വരുന്നത് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്ന പല നേതാക്കളെയും മാറി നിന്ന് ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, ആരാധനയോടെ കണ്ടിട്ടുള്ള നേതാക്കന്മാരുണ്ട്. 1980 ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ വിശ്വൻ ചേട്ടൻ, അദ്ദേഹം ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുമ്പോൾ എൻ്റെ വീട് കാണക്കാരി പഞ്ചായത്തിലെ കുറുമുള്ളൂരാണ്. ആ കുറുമുള്ളൂര് എൻ്റെ വീട് കഴിഞ്ഞാൽ ഒരു പാടം കഴിഞ്ഞാൽ പിന്നെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലമാണ്. അതൊരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് ബഹുമാനായ സ്ഥാനാർത്ഥി ശ്രീ വൈക്കം വിശ്വൻ കടന്നു വരുന്നു എന്ന് അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ കാതോർക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സങ്ങളില്ലാതെ ഇങ്ങനെ വാക്കുകൾ നദി ഒഴുകുന്നത് പോലെ ഒഴുകി വരുന്ന പ്രസംഗമാണ്. ഏതാണ്ട് 16 വയസ്സ് മാത്രം പ്രായമുള്ള 80-ൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ പകർത്താൻ ശ്രമിച്ച ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെതാണ്. എനിക്ക് അത്ര ആകർഷിക്കപ്പെട്ട പ്രസംഗമായിരുന്നു എന്ന് സത്യസന്ധതയുടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ
എനിക്കിപ്പോൾ പറയുന്നതിൽ അഭിമാനമുണ്ട്. ആ നിലയിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇത്തരമൊരു കൺവെൻഷൻ ഈ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സംഘടിപ്പിക്കണമെങ്കിൽ സത്യസന്ധമായി ഞാൻ പറയട്ടെ, തപസ്സിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനതിൻ്റെ ഭാഗമായിരുന്നല്ലോ. ഇവിടെ പ്രിയപ്പെട്ട നാം എല്ലാം സ്നേഹത്തോടെ കാണുന്ന പ്രിയപ്പെട്ട സെക്രട്ടറി സുനിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് മീറ്റിംഗ് അവസാനിപ്പിക്കും, എല്ലാവരും തിരിച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നിറഞ്ഞ സദസ്സ് വീണ്ടും ഇവിടെ ഇരിക്കുന്നു. എനിക്ക് അഭിമാനം തോന്നി. അത്തരം അച്ചടക്കമുള്ള ഒരു മുന്നണിയുടെ ഭാഗമായി ഇന്ന് മുതൽ മാറുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. എളിയവനായ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ആവുന്നതൊക്കെ നിയോജകമണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്ന അഭിമാനബോധത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ കടുത്തുരുത്തി ജനങ്ങൾ ആഗ്രഹിച്ച ഫയർ സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോൻസ് ജോസഫ് അന്ന് പറഞ്ഞു അത് നൈനാരുടെ കാലത്ത് അനുവദിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയുമോ? നൈനാരുടെ കാലത്ത് അനുവദിച്ചതാണെന്ന് പറഞ്ഞ മോൻസ് ജോസഫിന് അതല്ലെന്ന് പറയാൻ ഇനി UDF നിന്നുകൊണ്ട് കഴിയില്ല. അത് മാത്രമല്ല, നമ്മുടെ 66 kV സബ് സ്റ്റേഷൻ 4.5 കോടി രൂപ മുടക്കി കുറവളങ്ങാട് ആരംഭിച്ചപ്പോൾ അദ്ദേഹം പോസ്റ്റർ ഇറക്കി. ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നേട്ടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയുമോ? കഴിയില്ല. ചുള്ളിത്തോട് പദ്ധതി ഇവിടെ ആരംഭിച്ചപ്പോൾ 2 കോടി രൂപ മുടക്കി 40 വർഷമായി നടക്കാത്ത കടുത്തുരുത്തിലെ പൊതുജനങ്ങളെല്ലാം ആഗ്രഹിച്ച ചുള്ളിത്തോട് പദ്ധതി നടപ്പാക്കിയപ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യം ആരംഭിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയുമോ? ഇതാ നല്ലൊരു പ്രാസംഗികൻ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്, പ്രിയപ്പെട്ട വിജയൻ. അദ്ദേഹം എൻ്റെ ഒരു വ്യക്തിപരമായ അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ എന്നെ വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ രംഗത്ത് കടന്നു വന്നിട്ടുള്ള എളിയവനായ എനിക്ക് നൽകണം. നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിലൂടെ എന്നെ വിജയിപ്പിക്കണം. കേരളത്തിൽ ഇതാ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്നു. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികൾ മാറി മാറിയാണ് വരുന്നതെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ ജനങ്ങൾ അംഗീകരിച്ച ഭരണത്തിന്റെ ഫലമായി ഇതാ ഒരു ചരിത്രപരമായ മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു. ഇവിടെ മുമ്പ് പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഓരോ നിയോജകമണ്ഡലം എടുത്താൽ അവിടത്തേക്ക് രാഷ്ട്രീയ സ്ഥിതി നമുക്കറിയാം. ഇന്ന് തിരുവല്ലയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സിറ്റിംഗ് MLA പുതുശ്ശേരി അസ്വസ്ഥനാണ്. ചങ്ങനാശ്ശേരിയിൽ CF തോമസാനെ പ്രഖ്യാപിച്ചു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ജോ മൈക്കിൾ വളരെ അസ്വസ്ഥനാണ്. പുനലൂരിൽ സീറ്റ് കിട്ടി പോസ്റ്റടിക്കാൻ നിർദ്ദേശം കൊടുത്ത ബെന്നി കക്കാട് അവസാനം ആ സീറ്റ് നമ്മുടെ കുട്ടനാട് സീറ്റ് പിടിച്ചപ്പോൾ നഷ്ടപ്പെട്ടു. ബെന്നി അസ്വസ്ഥനാണ്. അതുപോലെ ജോസ് കോയിപ്പള്ളി കുട്ടനാടിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച കോയിപ്പള്ളി അവിടെ ഡോക്ടർക്ക് സീറ്റ് കൊടുത്തപ്പോൾ അസ്വസ്ഥനാണ്. അങ്ങനെ ഈ അസ്വസ്ഥതയുടെ എല്ലാം നമ്മുടെ പൂഞ്ഞാറിൽ PC ജോർജ് സീറ്റ് കൊടുത്തപ്പോൾ ജോർജ് മാത്യു അസ്വസ്ഥനാണ്. ഈ അസ്വസ്ഥതകളുടെ എല്ലാം ഫലം പുതിയതായി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരിക എന്നത് മാത്രമായിരിക്കും. ആ നിലയിൽ ഒരു ട്രെൻഡ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിന് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എളിയവനായ എനിക്ക് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും ഉണ്ടാകണം, നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രവർത്തനവും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള എന്നെ വിജയിച്ചാൽ മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളെവരുടെയും അഭിപ്രായത്തെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായത്തെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒരു വികസന മുൻഗണന ക്രമം സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്ത് ആ നിലയ്ക്ക് എല്ലാവരുടെയും അഭിപ്രായത്തെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകും എന്ന് വിനയാന്വിതനായ നിങ്ങളുടെ മുമ്പിൽ കൂപ്പുകൈകളോടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.